ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു നമ്പർ അറേയിൽ നിന്നും നമുക്കൊരു ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചിരുന്നു. im read എന്ന് പറയുന്ന OpenCV ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളൊരു ഇമേജ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു നമ്പർ അറേ ആയിരിക്കും. ബേസിക്കലി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു വേരിയബിൾ, നമ്മൾ ഇമേജ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഒരു നമ്പർ അറേ ആയിരിക്കും. അതിൻ്റെ പിക്സൽ വാല്യൂസ് ആയിരിക്കും ആ അറേക്കുള്ളിലുള്ള എലമെൻറ്റ്സ്. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചിരുന്നു. അതുപോലെ നമ്മൾ ആ ഇമേജ് പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു അറേ കാണാൻ സാധിച്ചിരുന്നു. ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു ഗ്രേ സ്കെയിൽ ഇമേജ് ഇതുപോലെ നമ്മൾ നമ്പർ അറേ ആക്കി മാറ്റിയാൽ എത്രയാണ് അതിൻ്റെ പിക്സൽ റെസൊല്യൂഷൻ, അത്രയും റോസും കോളംസും നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ് കൊടുത്തത്. നമുക്ക് അതിനുള്ളിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 0ക്കും 255നും ഇടയിലായിരിക്കും. 8 ബിറ്റ് സൈസ് ആയിരിക്കും അത് ഓരോ പിക്സലിനും ഉണ്ടായിരിക്കും. ഇതൊരു സംഭവം നമ്മൾ നേരെ ഒന്ന് റിവേഴ്സ് ചെയ്യുകയാണ്. നമ്മളൊരു 2D അറേ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ നമുക്കൊരു ഇമേജിലോട്ട്, ഗ്രേ സ്കെയിൽ ഇമേജിലോട്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഇതിനാദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 3 തരത്തിലുള്ള അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം ഫുൾ 0 വെച്ച് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം 0 വെച്ച് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 255 ഉപയോഗിച്ചൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. 255 ഉപയോഗിച്ച് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്താൽ നമുക്കറിയാം അത് വൈറ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ അതിന് രണ്ടിനെയും ഇടയിലുള്ള ഒരു സംഖ്യ വെച്ചിട്ട് ഒരു 150 വെച്ച് നമ്മൾ ഒരു മുഴുവൻ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് നമ്മൾക്ക് ഒരു ഇമേജായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ രീതിയിൽ ഒരു ഗ്രേ കളറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ 3 കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്തു. നമുക്ക് ആദ്യമായി ഇമേജ് 1 എന്ന് പറയുന്നത് ബ്ലാക്ക് ഇമേജ് ആണ്. ബ്ലാക്ക് ഇമേജ്. ഓക്കെ, നമ്മൾ ഇവിടെ img1 എന്ന് കൊടുക്കുന്നു. img1ൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നമ്പർ അറേ ആണ്. നമ്മൾ നമ്പർ അറേ ക്രിയേറ്റ് ചെയ്തതിന് നമുക്കിതുപോലെ ഈ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളിതുപോലെ ഇമ്പോർട്ട് നമ്പർ ആസ് np എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ np നമ്പർ ഉപയോഗിച്ച് നമ്മുടെ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ഇമേജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറേക്കുള്ളിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്ക് നമ്പറിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ നമ്പർ പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു zeros എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ അറേയുടെ ഷേപ്പാണ്. ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത് ഒരു 500x500 ആണ്. 500 റോസും അതുപോലെ 500 കോളംസും ഉള്ള ഒരു അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഇമേജിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 500x500 പിക്സൽസ് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം കോമ കൊടുത്ത ശേഷം നമുക്ക് ഡാറ്റ ടൈപ്പ് കൊടുക്കാം. ഡി ടൈപ്പ് നമ്മൾ uint അൺസൈൻഡ് ഇൻറ്റിജർ 8 ബിറ്റ്. ഇങ്ങനെ കൊടുത്ത ശേഷം നമ്മൾ സേവ് ചെയ്ത് നമ്മൾ ഈ ഒരു അറേ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും മുഴുവൻ 0 ആയിട്ടുള്ള ഒരു അറേ ആയിരിക്കും നമുക്ക് ലഭിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 000 എന്ന് പറയുന്ന ഈ ഒരു അറേ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു 2 ഡയമെൻഷണൽ അറേ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ പിക്ചർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഈ img1 എന്ന് പറയുന്നത് ഒരു നമ്പർ അറേ ആണ്. ഇതിന് നമുക്കിനി ഷോ ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മളിവിടെ വന്നതിന് ശേഷം cv.im ഷോ, ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഇമേജ് വേരിയബിൾ നെയിം കൊടുക്കുന്നു img1. അത് കൊടുത്ത ശേഷം നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്ക് കളർ 500x500 പിക്സൽ സൈസിലുള്ള ഒരു ബ്ലാക്ക് കളർ ഇമേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം വിൻഡോ നെയിം കൊടുക്കണം. നമ്മളിവിടെ വിൻഡോ നെയിം നമ്മൾ ബ്ലാക്ക് എന്ന് കൊടുക്കാം, കോമ കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇമേജിൻ്റെ വേരിയബിൾ നെയിം കൊടുക്കുന്നത്. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 500x500ൽ നമുക്കൊരു ബ്ലാക്ക് ഇമേജ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ 0 വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മളിവിടെ പഠിച്ചിരുന്നു 0 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ലഭിക്കും. 255 ആണെങ്കിൽ നമുക്ക് വൈറ്റ് ലഭിക്കും. അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ സംഖ്യക്കനുസരിച്ചിട്ടുള്ള ഒരു ഷെയ്ഡ്സ് ഓഫ് ഗ്രേ, നമുക്ക് ബ്ലാക്കിനും വൈറ്റിനും ഇടയിലുള്ള ഒരു കളർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 255നോട് അടുക്കുന്നിടത്തോളം അതിൻ്റെ കളർ വൈറ്റായി മാറുന്നതായിരിക്കും. 0യിലേക്ക് അടുക്കുമ്പോൾ അത് ബ്ലാക്കായി മാറുന്നതായിരിക്കും. ആ രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മളിപ്പോൾ 0 ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 255 വെച്ചൊന്ന് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വൈറ്റ് ഇമേജ് ആണ്. വൈറ്റ് ഇമേജിൽ നമ്മളിവിടെ വരുന്നു വൈറ്റ് ഇമേജ് എന്ന് കൊടുക്കാം, വൈറ്റ് ഇമേജ്. ഇതിൽ നമ്മൾ img2 എന്ന് പറയുന്ന വേരിയബിൾ, ഇതിൽ നമ്മൾ നമ്പർ ഉപയോഗിച്ച് നമ്മൾ വൺസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാത്രം അടങ്ങിയിട്ടുള്ള അറേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ 500,500 കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡാറ്റ ടൈപ്പ് ഡി ടൈപ്പ് നമ്മൾ
സോറി ഡി ടൈപ്പ് നമ്മൾ ഇൻറ്റിജർ 8 ബിറ്റ് കൊടുക്കുന്നു, 8 ബിറ്റ്. അതിനുശേഷം നമുക്കിത് ഷോ ചെയ്യിക്കാം. cv.im ഷോ നമ്മുടെ വൈറ്റ് ഇമേജ് വൈറ്റ് കോമ വിൻഡോ നെയിം വൈറ്റ്, അതുപോലെ നമ്മുടെ വേരിയബിൾ നെയിം img2 ഇത്രയും കൊടുത്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ വിൻഡോ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ആയിരിക്കും ലഭിക്കുക. സോ നമുക്ക് ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. ഡാറ്റ ടൈപ്പ് UN എന്നില്ല, U ഇൻ്റെന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് റൺ ചെയ്യാം. സോ നമുക്കിപ്പോഴും രണ്ടും വൈറ്റും അതുപോലെ ബ്ലാക്കും നമുക്ക് ബ്ലാക്കാണ് ലഭിച്ചത്. സോ നമുക്ക് വൈറ്റ് ലഭിക്കണം. അതിന് കാരണം നമ്മളിപ്പോൾ ഈ പ്രിൻറ്റ് നമ്മുടെ img2ൽ നമുക്കിപ്പോൾ ഉള്ളത് 1 ആണ്. സോ നമുക്കത് 255 ആണ് വേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിന് 255 കൊണ്ട് ഇതുപോലെ ഗുണിച്ചാൽ മതി. ഇപ്പോൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിലുള്ള അറേസ് എല്ലാം അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം. സോ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് img2 തൽക്കാലം ഈ ഈ ഷോ ചെയ്യിക്കുന്ന ലൈനും നമുക്ക് കമൻറ്റ് ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാൻ എല്ലാം 1 ആണ് അടങ്ങിയിട്ടുള്ളത്. സോ വൈറ്റ് ഇമേജിൽ നമുക്ക് മൊത്തം അടങ്ങിയിട്ടുള്ളത് 1 ആണ്. നമുക്കത് 255 ആക്കണമെങ്കിൽ നമുക്കിതിനെ 255 കൊണ്ട് ഗുണിച്ചാൽ മതി. 255 ഇൻറ്റു ഈ np.ones. ഇനി സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് 255 ലഭിക്കും. സോ നമുക്ക് വളരെ ഈസിയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് cv.im ഷോ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം, കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വൈറ്റ് ഇമേജ് ലഭിക്കുന്നതായി. ഇതാണ് നമ്മുടെ വൈറ്റ് ഇമേജ് രണ്ടാമതായി ക്രിയേറ്റ് ചെയ്ത 255 പിക്സൽ വാല്യൂ 255 ഉള്ള വൈറ്റ് ഇമേജ് ആണത്. ഇത് നമ്മുടെ ബ്ലാക്ക് ഇമേജ്, ഇത് നമ്മുടെ വൈറ്റ് ഇമേജ്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഗ്രേ കളർ ഇമേജ് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാം. നമ്മുടെ രണ്ട് വിൻഡോയും ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഈ വൈറ്റ് ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് താഴോട്ട് ഇതുപോലെ കോപ്പി ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് 255 അല്ല വേണ്ടത് 150 ആണ്. സോ നമ്മളിതിനെ 150 കൊണ്ട് ഗുണിക്കുന്നു. 150 കൊണ്ട് ഗുണിച്ച ശേഷം നമുക്കിതിനെ ഗ്രേ ഇമേജ് എന്ന് കൊടുക്കാം. ഗ്രേ ഇമേജ്. അതിനുശേഷം നമ്മുടെ വേരിയബിൾ നെയിം img3, അതുപോലെ ഇവിടെയും img3 സേവ് ചെയ്യാം. ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഇമേജ് ലഭിക്കുന്നതായിരിക്കും. സോ അതിന് നമുക്ക് വിൻഡോ നെയിം കൂടി മാറ്റേണ്ടതുണ്ട്. സോ നമുക്കിവിടെ img3, img2 നമുക്കിവിടെ വിൻഡോ നെയിം നമുക്ക് ഗ്രേ എന്ന് കൊടുക്കാം. ഗ്രേ സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 3 ഇമേജ് ലഭിക്കും. നമ്മുടെ വൈറ്റ് ഇമേജ്, അതായത് നമ്മുടെ പിക്സൽ വാല്യൂ 255, നമ്മുടെ ഗ്രേ ഇമേജ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്ത 150 ആണ് അതിൻ്റെ വാല്യൂ. അതുപോലെ നമ്മൾ ആദ്യം ചെയ്ത ബ്ലാക്ക് ഇമേജ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു, പിക്സൽ വാല്യൂ 0 ആയിരുന്നു. ഈ രീതിയിൽ നമുക്കൊരു നമ്പർ അറേയെ നമുക്കൊരു ഇമേജ് ആയിട്ട് ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും.